ഹലോ, വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ പുതിയൊരു ഫോർമുല പഠിക്കാൻ പോകുന്നത് സമ്മിഫ് ആറ്റ് നെയിം റേഞ്ച്. ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ വർക്ക് ദൈനംദിനം ഡെയിലി വർക്കുകളിൽ എങ്ങനെയാണ് നമുക്കിത് എഫക്റ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളെ പോലെ എനിക്കും ഇതുപോലെ ഒരുപാട് ഇത് വരാണ്ട് റിപ്പോർട്ടുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ സെയിൽസ്മാൻ 4 സെയിൽസ്മാൻമാരുണ്ടാവും. ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടാവും, ഡിഫറെൻറ്റ് ബ്രാൻഡ്, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഇങ്ങനെ പല ഇത് സിനാരിയോസ് വരാറുണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വര ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ സെയിൽസ്മാൻ എത്ര എമൗണ്ട് സെയിൽ ചെയ്തു, എത്ര ക്വാണ്ടിറ്റി വിറ്റുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് എത്ര ബ്രാൻഡ് വിറ്റുണ്ട്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും നമുക്ക്. ഇത് ഡെയിലി നമ്മൾ എന്താ പറയുക, കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുക, ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പോൾ സെയിൽസ്മാൻ ആരോട് എടുത്തു, ടോട്ടൽ എമൗണ്ട് എത്ര മതി, ഓക്കെ 8,250, ഇങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് ടൈപ്പ് ചെയ്യണം. ഇത് കുറച്ച് എന്താ പറയുക വളഞ്ഞ വഴിയാണ്. നമുക്ക് അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഒരു പുതിയൊരു കൂടി പരിചയപ്പെടുത്തരാം. നെയിം റേഞ്ച് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് നമുക്ക്. ഇത് ഫോർമുലയിൽ എന്ന് കഴിഞ്ഞാൽ നെയിം റേഞ്ച്, നെയിം മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു നെയിം റേഞ്ച് അല്ലാത്തൊരു ഓപ്ഷനാണ് സം. എനിക്ക് ടോട്ടൽ സം കിട്ടണം എമൗണ്ട്. കോമൺ ആയിട്ട് നമ്മളിങ്ങനെയാണ് ചെയ്യാറ്, സെലക്ട് ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ഇതിൽ പറഞ്ഞത് എനിക്കിപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ഐറ്റം കൂടി സെയിലായി. ദാറ്റ് മീൻസ് രാജു അപ്സര പെൻസിൽ 1000 പീസ് 2,500 വിറ്റ് കഴിഞ്ഞാൽ ഇതിൽ കയറില്ല, ടോട്ടൽ സെയിലിൽ ഡിഫറൻസ് വരത്തില്ല. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതിന് എക്സലിൻ്റെ ഒരു ഫോർമാറ്റാണ്, ഒരു ഓപ്ഷനാണ് നെയിം റേഞ്ച്. നെയിം റേഞ്ചിൽ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം പുതിയ നെയിം റേഞ്ച്. ഷീറ്റ് ഉണ്ട്, ഫസ്റ്റ് എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് എത്ര വേണമെങ്കിൽ വലിച്ചിടാം. എന്നിട്ട് നെയിം കൊടുക്കണം, എമൗണ്ട് അധികം എമൗണ്ട് കൊടുത്തു. നമ്മളിവിടെ ടോട്ടൽ സം ഉണ്ട്, സം എമൗണ്ട് അടിച്ച് എമൗണ്ട് കിട്ടി. ഇപ്പോൾ നമുക്ക് 52,200. ഇവിടെ വന്ന് ഞാൻ വീണ്ടും 10,000 അടിക്കാനാണ്. 10,000 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കൂടെ 62,200. ഇത് നമ്മുടെ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ വർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇനി എത്ര ആഡ് ചെയ്താലും ആ റിപ്പോർട്ടിൽ ഡൈനാമിക് ആയിട്ട് അതിൻ്റെ റിസൾട്ട് വരും. ഇത് ഇങ്ങനെയും നമ്മൾ നെയിം റേഞ്ച് വഴിക്കും പോകാം. അല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ അഡ്രസ് ബാറിൽ നമുക്ക് ടൈപ്പ് ചെയ്താൽ ഇത് അഡ്രസ് ബാർ നെയിം ബോക്സ് കൂടി ആയിട്ട് അറിയാം. ഇവിടെ സെയിൽസ്മാൻ ഞാൻ കോളം സെലക്ട് ചെയ്തു. ഇവിടെ സെയിൽസ്മാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ബ്രാൻഡ് കൊടുത്തു, BRAND. ഇവിടെ ക്വാണ്ടിറ്റി KT. ഇതെല്ലാം ഇപ്പോൾ നെയിം റേഞ്ചിൻ്റെ അണ്ടറിലായി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സമ്മിഫ് എന്നൊരു ഫോർമുലയാണ്. സമ്മിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രൈറ്റീരിയകൾ കൊടുത്ത് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കലാണ്. ടോട്ടൽ അതിൻ്റെ ക്യാരക്ടർ വൈസ് എമൗണ്ട് കണ്ടുപിടിക്കലാണ്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ചോദ്യം വരണം, ഏത് സെയിൽസ്മാനാണ് പരുണിൻ്റെ സെയിൽസ് കണ്ടുപിടിക്കുക.
അരുൺ എന്ന സെയിൽസ്മാൻ്റെ ടോട്ടൽ എമൗണ്ട് സെയിൽസ് ഇത്രയാണ് കണ്ടുപിടിക്കലാണ് നമുക്ക് ഇതിൻ്റെ ഡാറ്റ. ഇതിപ്പോൾ നിങ്ങൾക്ക് 28 ആയിട്ടുള്ളത് എത്ര ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഡൈനാമിക് ആയിട്ടുള്ള ഫിഗർ കിട്ടും. സോ അതിന് ചെയ്യേണ്ടത് സം ഇഫ് ചെയ്യാം. അതിൻ്റെ ഒരു ആദ്യം സം ഇഫ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട സം റേഞ്ച് എമൗണ്ടിൻ്റെ സമ്മാണ് വേണ്ടത്. സോ എമൗണ്ട് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നെയിം റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഇനി ക്രൈറ്റീരിയ സെയിൽസ്മാൻ ആണ് ഒരു, അപ്പോൾ സെയിൽസ്മാൻ ടൈപ്പ് ചെയ്യാം. കാരണം ആ ക്രൈറ്റീരിയ നമ്മൾ ടൈപ്പ് ചെയ്യാം, ഓട്ടോമാറ്റിക് അത് വരും. ആ റേഞ്ച് എത്രയാണോ അത് അവിടെ സെലക്ട് ചെയ്യും. ഇവിടെ വന്നിട്ട് നമ്മൾ അരുണെന്ന് ടൈപ്പ് ചെയ്യാം. ഡബിൾ അപ്പോസ്ട്രോഫി എഴുതി ARUN അരുൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരുണിൻ്റെ സെയിൽസ് കിട്ടും 8250. ഓക്കെ, ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ അഭിഷേകിൻ്റെ, മോഹൻ്റെ, രാജുവിൻ്റെ ഒക്കെ സെയിൽസ് കണ്ടുപിടിക്കും. ഇവിടെ ജസ്റ്റ് നെയിം ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇപ്പോൾ അഭിഷേക് അഭിഷേകിനൊക്കെ മോഹൻ, രാജു. ഇതാണ് സെയിൽസ് അരുണിൻ്റെയും അഭിഷേക്, മോഹൻ, രാജു. ഇതിൻ്റെ ടോട്ടൽ സം ചെയ്ത് കഴിഞ്ഞാൽ 52,200. ഇതിൽ നമുക്ക് വീണ്ടും അഡീഷണൽ 2 ഐറ്റം റിപ്പോർട്ട് വിട്ടുപോയി. ഇതിപ്പോൾ പെൻസിൽ നട്രാജ്, ഇതിൽ റബ്ബർ ഇറസർ വിറ്റതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. സോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും റിപ്പോർട്ട് വരാനുള്ളത്. ഇവിടെ പേസ്റ്റ് ചെയ്തു. ആസ്പെറയുടെ തന്നെയാണ്. ഇറസർ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി അടിക്കുകയാണ്. 1000, 1500, 2000, 3000. സോ ഇതിൻ്റെ എമൗണ്ട് 1000, 1500, 2000, 3000. ഇവിടെ ഡൈനാമിക് ആയിട്ട് എൻ്റെ എമൗണ്ട് ചെയ്ത്. സോ ഇത് നമുക്ക് വളരെ സൗകര്യമാണ്. റിപ്പോർട്ട് നമുക്ക് മനസ്സിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആഡ് ചെയ്താലും ഇവിടെ എമൗണ്ട് സിമ്പിളായിട്ട് കാണും. ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫാസ്റ്റായിട്ട്. ഇതുപോലെ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സമ്മിഫ് അടിച്ച് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നെയിം റേഞ്ച് ഇട്ടിട്ടുണ്ട്, ക്വാണ്ടിറ്റി, ക്രൈറ്റീരിയ, സെയിൽസ്മാൻ, അപ്പോസ്ട്രോഫി അരുൺ. അഭിഷേക്, രാജു. ഓക്കെ, സോ ഇത് പ്രാക്ടീസ് ചെയ്യാനാണ്. കാരണം പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും ഇത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.